കൊറോണ നൽകിയ പ്രതിസന്ധികൾ തരണം ചെയ്ത പ്രവാസികളുടെ തിരിച്ചുവരവിനായി അധികൃതർ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിലൂടെ വമ്പൻ നേട്ടമാണ് ഗൾഫ് രാഷ്ട്രങ്ങളെ കാത്തിരിക്കുന്നത്. ഇത്രനാളും നഷ്ടത്തിൽ കൂപ്പുകുത്തിയ വിമാന കമ്പനികൾ തിരിച്ചുവരവിന്റെ പാതയിലാണ്. ഈയൊരു സാഹചര്യത്തിൽ പ്രവാസികൾക്കായി നിരവധി സർവീസുകളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. കൊറോണ വ്യാപനത്തെ തുടർന്നുരുവായ പ്രതിസന്ധി മൂലമുള്ള യാത്രാ നിയന്ത്രണങ്ങൾ ഏറ്റവും ബാധിച്ച മേഖലകളിലൊന്ന് വിമാന കമ്പനികളെയാണ്. മാസങ്ങളോളം സർവീസ് മുടങ്ങിയത് കോടികളുടെ നഷ്ടമാണ് വിമാന കമ്പനികൾക്കും ട്രാവൽസുകൾക്കും വരുത്തിവെച്ചത്. തൊഴിലാളികളുടെ ശമ്പളം, പാർക്കിംഗ് ഫീസ് തുടങ്ങിയ ചെലവുകൾ ഉണ്ടായിരിക്കെ തന്നെ വരുമാനമില്ലാത്ത സ്ഥിതി മാസങ്ങളോളം അനുഭവിക്കുകയുണ്ടായി. കോവിഡ് പ്രതിസന്ധി നീണ്ടാൽ പല കമ്പനികളും പൂട്ടിപ്പോകുന്ന അവസ്ഥയിലുമാണ്. കുവൈറ്റിലെ സ്വകാര്യ ബജറ്റ് വിമാന കമ്പനിയായ ജസീറ എയർവേസിന് 2021 ആദ്യ 6 മാസത്തിൽ $39 ദശലക്ഷം നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ ഈ വർഷത്തെ തന്നെ രണ്ടാം പാദത്തിൽ ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ഷെഡ്യൂളുകളും യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചതാണ് ഇതിന് കാരണമായി പറയുന്നത്. യാത്രാ നിയന്ത്രണങ്ങൾ നീങ്ങി തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുമുണ്ട്. കഴിഞ്ഞ വർഷം കോവിഡ് പശ്ചാത്തലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതിനാൽ വിമാന കമ്പനികൾ ജീവനക്കാരെ വെട്ടിക്കുറച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ കുവൈറ്റ് എയർവേസ് ഉൾപ്പെടെ നിരവധി വിമാന കമ്പനികൾ ജോലിക്കാരെ ഒഴിവാക്കി. പ്രതിരോധ കുത്തിവയ്പ് നല്ല നിലയിൽ പുരോഗമിക്കുന്നതിനാലും കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ടതിനാലും അടുത്ത വർഷം നഷ്ടം സർവീസ് വിപുലപ്പെടുത്താനും നഷ്ടം നികത്താനും കഴിയുമെന്നാണ് കമ്പനികളുടെ പ്രതീക്ഷ. കോവിഡ് സാഹചര്യം ഒഴിഞ്ഞാൽ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുമെന്നതിനാൽ തന്നെ അടുത്ത വർഷം ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരാൻ സാധ്യതയുമുണ്ട്. പരിമിതമായി നടത്തുന്ന ഇപ്പോഴത്തെ സർവീസുകൾ സാധാരണക്കാർക്ക് പ്രയാസകരമായി ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത്. അതേസമയം ഇതിന്റെ ഭാഗമായി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഉയർത്താൻ തീരുമാനിക്കുകയുണ്ടായി. 5000-ൽ നിന്ന് 7500 ആക്കി ഉയർത്താനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. യാത്രാവിലക്ക് എത്തിയപ്പോൾ വിദേശത്ത് കുടുങ്ങിയ പ്രവാസികൾ തിരികെ വരാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് വിമാന കമ്പനികൾക്ക് പുതിയ കോട്ട നൽകിയിരിക്കുന്നതെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. കുവൈറ്റ് എയർവേസിനും എയർ അറേബ്യയ്ക്കുമായി ഏറ്റവും അധികം യാത്രക്കാരെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ അനുമതി ലഭിക്കുക ഈ രണ്ട് വിമാന കമ്പനികൾക്കും 2500 യാത്രക്കാരെ അനുവദിക്കും. പ്രവാസികളുടെ മടക്കം കൂടി കണക്കിലെടുത്തായിരിക്കും പുതിയ കോട്ടകൾ അനുവദിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.